വേഴ്സസ് കോങ്കോ മത്സരത്തിന് ശേഷം റൊണാൾഡോ തിരിച്ച് മത്സരം കഴിഞ്ഞ് തിരികെ പോകുന്ന വഴി കോങ്കോ ആരാധകർ വലിയ സന്തോഷത്തോടു കൂടിയാണല്ലോ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഏകദേശം 70,000-ഓളം അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ. അവരെല്ലാവരും ആർത്തുല്ലസിച്ച് തന്നെയാണ് നിന്നത്. റൊണാൾഡോ പോകുന്ന വഴി എല്ലാവരും മെസ്സി മെസ്സി എന്ന് ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. നിരാശയോടുകൂടി റൊണാൾഡോ തല കുനിച്ചുകൊണ്ട് മത്സരത്തിന് ശേഷം ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പോയി. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ഈ ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട താരങ്ങളുടെ അവസാനത്തെ ലോകകപ്പാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ. റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം വയസ്സ് 41 6ാമത്തെ ലോകകപ്പാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം 6ാമത്തെ ലോകകപ്പാണ്. കഴിഞ്ഞ തവണ അർജന്റീനയെ ജയിച്ചതിന് ശേഷം മെസ്സി വിരമിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മെസ്സി പറഞ്ഞില്ല വിരമിക്കുന്നു. സോ മെസ്സി കളിക്കുന്നു. മെസ്സിയുടെ തീരുമാനമാണ്. മെസ്സിക്ക് വേണമെങ്കിൽ കളിക്കാം. മെസ്സിക്ക് ചിലപ്പോൾ ഇനി അടുത്ത ലോകകപ്പ് വേണമെങ്കിൽ അതും കളിക്കാം. റൊണാൾഡോയ്ക്ക് വേണമെങ്കിൽ ഇനി 45ാമത്തെ വയസ്സിൽ ലോകകപ്പ് കളിക്കാം. കളിക്കട്ടെ, ആർക്കും നഷ്ടമൊന്നുമില്ല. പക്ഷെ പറഞ്ഞതാണ് ലാസ്റ്റ് ലോകകപ്പ് എന്നുള്ള രീതിയിലേക്കാണ് തൽക്കാലം നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ആ പ്ലേസ് ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതല്ലേ, മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നതുപോലെ തന്നെ ഫുട്ബോളിൽ ആരൊക്കെയാണ് മെസ്സി റൊണാൾഡോ. പല ആളുകളും അർജന്റീന ആരാധകരാകുന്നത് മെസ്സി ഉള്ളതുകൊണ്ടും പല ആരാധകരും പോർച്ചുഗൽ ആരാധകരാകുന്നത് റൊണാൾഡോ ഉള്ളതുകൊണ്ടാണ്. അത് ഫാക്റ്റാണ്. അത് തുറന്നു പറയാൻ പലരും മടിയാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇതൊരു ടീം ഗെയിമിനെക്കാളുപരി ഇതൊരു ഇൻഡിവിജ്വൽ കോമ്പറ്റീഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. ആദ്യം ഈ ടൂർണമെൻറ്റിൽ കളിച്ചത് അർജന്റീനയാണ്. അതായത് പോർച്ചുഗലും അർജന്റീനയും ആരാണ് ആദ്യം ടൂർണമെൻറ്റ് കളിച്ചതെന്ന് വെച്ചാൽ അർജന്റീനയാണ്. അർജന്റീന വേഴ്സസ് അൾജീരിയ മത്സരം. കുഞ്ഞൻ ടീമാണ് അൾജീരിയ. അർജന്റീന ജയിക്കുമെന്ന് പോർച്ചുഗൽ ആരാധകർക്ക് നന്നായിട്ട് അറിയാം. അവിടെ നിന്നുകൊണ്ട് പക്ഷേ മെസ്സി തളച്ചിടുക, മെസ്സി ഇരിക്കുക എന്നുള്ളതാണ് റൊണാൾഡോ ആരാധകരുടെ ആവശ്യം. കാരണം മെസ്സി ഗോളടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചുറ്റുമുള്ള ഫ്രണ്ട് സർക്കിളെല്ലാം മെസ്സി ആരാധകരായിരിക്കും. ഇവരെ കളിയാക്കും. ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഫാൻസ് മോഡിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇത് ഫാൻസ് മോഡിനേക്കാൾ കൂടുതൽ പേഴ്സണലായിട്ട് എടുക്കുമ്പോഴുള്ള കാര്യം കൂടി നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴേക്കും മെസ്സി ഹാട്രിക് അടിക്കുന്നു. ആ 3 ഗോളുകളുടെ വിജയത്തോടെ അർജന്റീന 3-0 അൾജീരിയക്കെതിരെ ജയിക്കുന്നു. അർജന്റീന അങ്ങ് കയറാം. മെസ്സി അങ്ങനെ എങ്ങനെയാവുന്നു? ക്ലോസയോടൊപ്പം തന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്നു. ആ ക്ലോസയുടെ റെക്കോർഡ് ഒട്ടനെ ബീറ്റ് ചെയ്യും, മെസ്സിനെ ബീറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻ പാർ ക്ലോസേഴ്സ് റെക്കോർഡിലാണല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? പോർച്ചുഗലിൻ്റെ കളിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും പോർച്ചുഗൽ ആരാധകർ, അതിനിപ്പോൾ കേരളത്തിൽ മാത്രമല്ല പറയുന്നത്, ലോകമെമ്പാടുമുള്ള പോർച്ചുഗൽ ആരാധകർ റൊണാൾഡോയുടെ ഒരു ഗംഭീരമായ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന എടുത്തു നിന്നാണ് ഇപ്പോൾ റൊണാൾഡോ കാണുന്ന കഴിഞ്ഞ മത്സരത്തെ പോലൊരു കളി കളിക്കേണ്ടി വന്നത്. അതായത് ഞാൻ തന്നെ ഗോൾ അടിക്കും, പെനാൾട്ടി ബോക്സിൽ അറ്റാക്കിംഗ് തൊഴിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങളെല്ലാവരും പാസ് എനിക്ക് താ, ഞാൻ അടിക്കും. ഈ സാധനം വരുന്നത് എവിടെയാണെന്നറിയോ? ഇറ്റ്സ് ഡ്യൂ ടു ദിസ് പ്രഷർ. I don't think Portugal had this kind of a game plan against Congo. കോങ്കോ പോലൊരു കുഞ്ഞൻ സൈഡിനെതിരെ ഇങ്ങനെ ഒരു ഗെയിം പ്ലാനുമായിട്ട് പോർച്ചുഗൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് വരുന്നു, ബെർണാഡോ സിൽവ വരുന്നു, വിറ്റീനിയോ വരുന്നു. നിങ്ങൾക്ക് എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം നെവസ് വരുന്നുണ്ട്, പെട്രോ ഉണ്ട്. ഈ താരങ്ങളെല്ലാം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റൊണാൾഡോയ്ക്ക് മാത്രമേ ഗോൾ കൊടുക്കാനുള്ള അവസരം നിൽക്കുന്നുണ്ടോ? എല്ലാവരും ക്യാൻസലോ വന്നിട്ട് റൊണാൾഡോയ്ക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ ദോ there was no chance of Ronaldo scoring a goal, എന്നാലും റൊണാൾഡോയ്ക്ക് അവസരം കൊടുക്കുക, റൊണാൾഡോയ്ക്ക് ചാൻസ് കൊടുക്കുക. എന്തിനാണ്? വൈ ആർ യു കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ് സിംഗിൾ പ്ലെയർ? ആ സിംഗിൾ പ്ലെയറിലേക്ക് വരാൻ കാരണം ഇറ്റ്സ് ഡ്യൂ ടു ദിസ് ഡൈനാമിക്സ്. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഉറപ്പായിട്ടും താരങ്ങൾക്കിടയിലും ഈ പ്രശ്നമുണ്ട്. റൊണാൾഡോനെ എത്രയോ വട്ടം പറയാതെയും പറഞ്ഞിട്ടുണ്ട്, മെസ്സി എൻ്റെ സുഹൃത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു ക്യൂട്ട് റൈവൽറി ഉണ്ട്. ദിസ് റൈവൽറി ഈസ് ദെയർ. ഞാനാണ് ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് എന്ന് റൊണാൾഡോ ഉൾപ്പെടെ പറയുന്നത് ബിക്കോസ് മെസ്സിക്ക് വേണ്ടിയിട്ട് ആളുകൾ അവിടെ ചാൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ കോങ്കോ ആരാധകർ റൊണാൾഡോയ്ക്കെതിരെ മെസ്സി എന്ന് ചാൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? മെസ്സി ഈ വേൾഡ് കപ്പിൽ 3 ഗോളുകൾ അടിച്ചൊരു ഹാട്രിക് നേടി. ചാമ്പ്യൻസ് ആണ് അർജന്റീന. പോർച്ചുഗൽ ഇതുവരെ കപ്പ് അടിച്ചിട്ടില്ല, റൊണാൾഡോ ഇതുവരെ കപ്പ് അടിച്ചിട്ടില്ല വേൾഡ് കപ്പ്. റൊണാൾഡോ ആദ്യം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയും, വേൾഡ് കപ്പ് പോലൊരു ടൂർണമെൻറ്റൊന്നും എനിക്ക് വേണ്ട, 5 കുറച്ച് രാജ്യങ്ങൾ മാത്രം കളിക്കുന്നത്, വെറും 3-4 കളികളുള്ളൊരു വേൾഡ് കപ്പിൽ എനിക്ക് വേണ്ട ഇത് റൊണാൾഡോ പറയും. അത് കഴിഞ്ഞ് റൊണാൾഡോ മാറ്റി പറയും, എനിക്ക് വേൾഡ് കപ്പ് വേണം, എൻ്റെ സ്വപ്നമാണെന്ന്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹെൻറിയുടെ വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിക്ക് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു നേഷൻ കളിക്കുന്നത്, ടീം ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സംഭവിക്കുന്നില്ല. കാരണം ഇറ്റ്സ് ഡ്യൂ ടു ദിസ് പ്രഷർ. ഈ പ്രഷർ അവിടെ നിലനിൽക്കുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെസ്സി വേഴ്സസ് റൊണാൾഡോ പരിപാടികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും അതിശക്തമായിട്ട് തുടരുന്നൊരു സാഹചര്യത്തിലൂടെ നിൽക്കുമ്പോഴാണ് മെസ്സി ഒരു ഭാഗത്ത് ഹാട്രിക് അടിക്കുന്നു, റൊണാൾഡോ ഏറ്റവും വീക്കസ്റ്റ് പെർഫോമൻസ് നടത്തുന്നത് എന്നതും കൂടി നിരാശകരമായ കാര്യമായിട്ടും ഈ ലോകകപ്പിൽ മാറുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.